Hi dears, welcome back to our channel Arus Mom. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് സ്റ്റിച്ചസ് ആദ്യത്തെ ഒരു 5 സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാൻ ഇതേപോലത്തെ ഒരു കോട്ടന്റെ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഞാൻ എല്ലാ സ്റ്റിച്ചും നിങ്ങളെ ചെയ്ത് കാണിക്കുന്നതും. നമുക്ക് എംബ്രോയിഡറി പഠിച്ചു തുടങ്ങാം അല്ലേ? അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ആദ്യം മുതൽ 5 സ്റ്റിച്ച് കാണിച്ചു തരാം. ഞാൻ എംബ്രോയിഡറി ഫ്രെയിം ഒക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച് നോക്കാം. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൈൻസ് വരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് ചെയ്യുമ്പോഴും കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ത്രെഡ് ഒരു സൈഡിൽ മാത്രം കെട്ടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ താഴേന്ന് മുകളിലോട്ട് കുത്തി എടുക്കാം. നമ്മുടെ സൂചി മുകളിലോട്ട് കുത്തി എടുക്കുക. അതിനുശേഷം ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം അത് നേരെ താഴോട്ട് കുത്തി ഇറക്കും. പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് അതേപോലെ തന്നെ ആ സെയിം ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം മുകളിലോട്ട് കുത്തിയെടുക്കുക. അതേപോലെ തന്നെ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം താഴോട്ട് കുത്തിയെടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുക. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. ഏറ്റവും എളുപ്പമുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഈക്വലായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അങ്ങനെ മാർക്ക് ചെയ്തിട്ടാകുമ്പോൾ. പിന്നെ കുറച്ച് പ്രാവശ്യം ചെയ്ത് അതൊന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ എളുപ്പമാണ്. നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് അല്ലാണ്ട് തന്നെ അറിയാനും സാധിക്കണം. മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിരിക്കും. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് 2-3 എണ്ണം ഒരുമിച്ച് കുത്തിയെടുക്കുക. എന്നിട്ട് അത് നൂല് വലിച്ചു വിടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീരും. സിമ്പിൾ എന്നല്ല, കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കും. കുറച്ച് പ്രാവശ്യമൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ വേഗം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിവശം എടുത്തിട്ട് മുൻവശത്ത് അതിൻ്റെ നല്ല ഭാഗത്ത് കാണാത്ത രീതിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അത് റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഒരു 2 സെക്ഷനൊക്കെ അതേപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ തുടങ്ങി. അതിൻ്റെ രണ്ടാമത്തെ നമ്മൾ മുകളിലോട്ട് കുത്തിയെടുത്തു. അതിനുശേഷം അത് നേരെ മുമ്പോട്ടല്ല കുത്തുന്നത്, ബാക്കിലോട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ എൻഡ് വരുന്നില്ലേ ആ ഒരു ഭാഗത്തോട്ട് ഇതേപോലെ കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഈക്വൽ ഗ്യാപ്പ് വിട്ടതിന് ശേഷം അതിൻ്റെ മുൻപിൽ കുത്തി മുകളിലോട്ട് എടുക്കും. വീഡിയോ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി, അപ്പം വേഗം മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലോട്ട് കുത്തിയെടുത്തു. അതിനുശേഷം ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നേരെ മുമ്പിലോട്ട് കുത്തിയെടുത്തു. അപ്പോൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച്. അപ്പം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും പഠിച്ചു, ബാക്ക് സ്റ്റിച്ചും പഠിച്ചു. അപ്പോൾ ഇനിത്തെ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അതിന് നമ്മൾ താഴേന്ന് സാധാരണ പോലെ തന്നെ നമ്മുടെ നീഡിൽ കുത്തി മുകളിലോട്ടെടുത്തു. അതിനുശേഷം നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ കുത്തിയിട്ട് അടിഭാഗത്തോട്ട് കുത്തിയെടുത്തിട്ട് മുകളിലോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നീഡിൽ പൊക്കിയെടുക്കേണ്ടത് നമ്മുടെ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ആ ത്രെഡ് എടുത്ത് അതിന് ചുറ്റി ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് വലിച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ട് ഇതേപോലെ അങ്ങ് വലിച്ചെടുക്കുക. നമ്മൾ നീഡിൽ കുത്തേണ്ടത് ഒരു ലൂപ്പ് പോലെ വന്നില്ലേ, ഒരു ത്രെഡ് പുറത്തോട്ട് വരുന്ന ആ ത്രെഡ് പുറത്തോട്ട് വരുന്ന അവിടെ തന്നെ താഴോട്ട് കുത്തിയിറക്കും. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ നീഡിൽ മുകളിലോട്ട് പൊക്കിയെടുക്കുക. എന്നിട്ട് ആ ത്രെഡ് ചുറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ നീഡിൽ പൊക്കിയെടുക്കുക.
നമ്മൾ താഴേന്ന് മുകളിലോട്ട് നമ്മുടെ നീഡിൽ കുത്തിയെടുക്കുക. അതിനുശേഷം ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ നീഡിൽ പയ്യത്തായിട്ട് കുത്തിയിട്ട് ആ രണ്ടിൻ്റെ നടുക്കായിട്ട് കുത്തി മുകളിലോട്ട് എടുക്കുക. ബാക്കിലോട്ട് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് കുത്തി മുകളിലോട്ട് എടുക്കുക. നമ്മുടെ നീഡിൽ മുകളിലോട്ട് എടുക്കേണ്ടത് ആ 2 പോയിൻറ്റിൻ്റെ നടുക്കായിട്ട് ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലോട്ട് എടുക്കുക. നീഡിൽ കുത്തേണ്ടത് 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കുത്തി താഴോട്ട് എടുക്കുക. അതിനുശേഷം മുകളിലോട്ട് എടുക്കേണ്ടത് ഈ ത്രെഡിൻ്റെ എൻഡിങ് പാർട്ടില്ലേ അവിടെ വെച്ചിട്ട് ആ പോർഷൻ തന്നെ മുകളിലോട്ട് കുത്തിയെടുക്കുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്കായിട്ട് വരും നമ്മുടെ നീഡിൽ കുത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ മുകളിലോട്ട് എടുക്കുക. ഇനി ഇതേപോലെ തന്നെ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മുടെ നീഡിൽ കുത്തി താഴോട്ട് എടുത്തതിന് ശേഷം ബാക്കിലുള്ള ത്രെഡിൻ്റെ സൈഡിലൂടെ കുത്തി മുകളിലോട്ട് എടുക്കുക. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച്. പേര് പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് പറയണത്. ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നീഡിൽ കുത്തി മുകളിലോട്ട് എടുത്തും അതിനുശേഷം ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം താഴോട്ട് കുത്തി ഇറക്കി. പിന്നെ നമ്മൾ നീഡിൽ കുത്തി എടുക്കേണ്ടത് ഈ ബാക്കിലോട്ട് വന്നിട്ട് നമ്മുടെ ത്രെഡിൻ്റെ നടുക്കോടെയാണ് ഉള്ളിലോട്ട് എടുക്കേണ്ടത്. അതായത് 2-3 നൂലിൻ്റെ ഉള്ളിൽ ആ നീഡിൽ കുത്തി മുകളിലോട്ട് എടുക്കും. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുണ്ടാവും. ഇനി ഇതേപോലെ തന്നെ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടതിന് ശേഷം കുത്തി താഴോട്ട് ഇറക്കാം. അതിനുശേഷം നീഡിൽ ബാക്കിലോട്ട് എടുത്തിട്ട് നമ്മുടെ ത്രെഡിൻ്റെ നടുക്കിലൂടെ കുത്തി മുകളിലോട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ബേസിക് ആയിട്ടുള്ള 5 സ്റ്റിച്ചസാണ് ഇന്ന് കണ്ടത്. ആദ്യത്തേത് റണ്ണിങ് സ്റ്റിച്ച്, രണ്ടാമത്തേത് ബാക്ക് സ്റ്റിച്ച്, മൂന്നാമത്തേത് ചെയിൻ സ്റ്റിച്ച്, നാലാമത്തേത് സ്റ്റെം സ്റ്റിച്ച്, അഞ്ചാമത്തേത് സ്പ്ലിറ്റ് സ്റ്റിച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.